ഗസയിൽ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇസ്രായേൽ സൈന്യത്തിനും വലിയ നാശമാണ് ഗസയിൽ ഉണ്ടായിരിക്കുന്നത്. ഗസയിൽ സൈന്യത്തിനുണ്ടായ ആളപായത്തിൻ്റെ കണക്ക് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടിരിക്കുന്നു. 2023 ഒക്ടോബർ മുതൽ ഇതുവരെ 891 സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് IDF പറയുന്നത്. സൈന്യത്തിലെ ആത്മഹത്യയും കൂടിയിട്ടുണ്ട്. 38 സൈനികരാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ജീവനൊടുക്കിയത്. 2023 മാത്രം 558 ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. 2024 363 പേർക്കും ജീവൻ നഷ്ടമായി. ആകെ മരണസംഖ്യയിൽ 801 പേരും യുദ്ധത്തിനിടയിലാണ് കൊല്ലപ്പെട്ടത്. മറ്റു സംഭവങ്ങളിലായി മരിച്ചവരും ആത്മഹത്യ ചെയ്തവരുമാണ് ബാക്കിയുള്ളവർ. 5500 സൈനികർക്ക് യുദ്ധത്തിൽ പരിക്കേറ്റതായും IDF കണക്കിൽ പറയുന്നു. ഭൂരിഭാഗം പേരും ഗസയിലാണ് കൊല്ലപ്പെട്ടത്. 2023 329ഉം 2024 390 ഇസ്രായേൽ സൈനികരാണ് ഗസയിൽ മരിച്ചത്. ബാക്കിയുള്ളവരെല്ലാം ലെബനനിലും വെസ്റ്റ് ബാങ്കിലുമാണ് കൊല്ലപ്പെട്ടത്. 2023 17 സൈനികരാണ് ജീവനൊടുക്കിയത്. 2024 21 പേരും ആത്മഹത്യ ചെയ്തു. ആകെ മരിച്ചവരിൽ 16 പേർ നിർബന്ധിത സൈനിക സേവനം ചെയ്തവരായിരുന്നുവെന്നും IDFൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 21 പേർ റിസർവ് അംഗങ്ങളും 6 പേർ സ്ഥിരം സൈനികരുമാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സൈനികർക്കിടയിൽ ആത്മഹത്യാ പ്രവണത കൂടുകയും മരണസംഖ്യ ഉയരുകയും ചെയ്തിട്ടുണ്ടെന്നും IDF റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ പുതുവർഷത്തിലും ഗസയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുകയാണ്. 17 പേരാണ് ആക്രമണങ്ങളിൽ മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. വടക്കൻ ജബലിയയിലും ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിന് നേരെയുമായിരുന്നു ആക്രമണം. ജബലിയയിൽ 15 പേരാണ് മരിച്ചത്. ഇവരിൽ ഭൂരിഭാഗം പേരും കുട്ടികളാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിൽ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. നിലവിൽ ഗസയിൽ അതിശൈത്യത്തോടൊപ്പം കനത്ത മഴയും പെയ്യുന്നുണ്ട്. ഗസയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ്. ഗസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലി സൈന്യത്തിൻ്റെ അതിക്രമങ്ങൾ തുടരുകയാണ്. ഹമാസിൻ്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് ഇസ്രായേൽ ലക്ഷ്യമാക്കി റോക്കറ്റുകൾ വിക്ഷേപിച്ചു. നെറ്റിവോട്ട് സെറ്റിൽമെൻറ്റ് നേരെയായിരുന്നു ആക്രമണം.